നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ കഥയാണ്. ഡെമോസ് എന്നാൽ ജനം, ക്രാറ്റോസ് അധികാരം എന്നീ രണ്ട് ഗ്രീക്ക് വാക്കുകൾ ചേർന്നതാണ് ഡെമോക്രസി എന്ന വാക്ക്. ഡെമോക്രസി എന്നാൽ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ടോ തങ്ങളുടെ പ്രതിനിധികൾ വഴിയോ രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്ന രീതിയാണ് ജനാധിപത്യം. നേരിട്ടായാലും പ്രതിനിധികൾ വഴിയായാലും ജനാധിപത്യം ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടിയുള്ള ഭരണ സമ്പ്രദായമാണ്. പൗരാണിക ഗ്രീസിലും റോമിലും നിലനിന്ന ജനാധിപത്യ സമ്പ്രദായമാണ് നേരിട്ടുള്ള ജനാധിപത്യ സമ്പ്രദായം. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരിടത്ത് ഒരുമിച്ചുകൂടി തങ്ങൾക്കായുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ഇത്. വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഈ സമ്പ്രദായം പ്രായോഗികമല്ല. എല്ലാ പൗരന്മാരും പങ്കെടുക്കുന്ന നിയമനിർമ്മാണ സഭ സ്വിറ്റ്സർലൻഡിലെ ചില സ്റ്റേറ്റുകളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നേരിട്ടുള്ള ജനാധിപത്യ രീതിയുടെ നടത്തിപ്പിന് സ്വിറ്റ്സർലൻഡിലും മറ്റും ചില മാർഗങ്ങളുണ്ട്. റഫറൻഡം, ഇനിഷ്യേറ്റീവ്, പ്ലെബിസൈറ്റ്, റീകോൾ എന്നിവയാണത്. ഒരു നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് അത് ജനങ്ങളുടെ അധികാരത്തിന് വിധേയമാക്കുന്നതാണ് റഫറൻഡം. ജനങ്ങളൊരു പ്രത്യേക നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ഇനിഷ്യേറ്റീവ്. നിയമനിർമ്മാണ സഭയുടെ തെറ്റുകൾ തിരുത്തുവാനോ നിയമനിർമ്മാണ സഭ വിട്ടുകളഞ്ഞത് കൂട്ടിച്ചേർക്കുവാനോ ഇനിഷ്യേറ്റീവ് ഉപയോഗിക്കുന്നു. സാധാരണ നിയമമാർഗങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ജനങ്ങളുടെ മൊത്തത്തിലുള്ള അംഗീകാരം തേടുന്നതാണ് പ്ലെബിസൈറ്റ്. തങ്ങൾ ജയിപ്പിച്ചുവിട്ട ജനപ്രതിനിധികൾ വേണ്ടവിധം കടമകൾ നിർവഹിക്കുന്നില്ലെന്ന് കണ്ടാൽ ആ ജനപ്രതിനിധിയെ തിരിച്ചു വിളിക്കുവാനുള്ള ജനങ്ങളുടെ അധികാരമാണ് റീകോൾ. ജനപ്രതിനിധിയുടെ അംഗത്വം റദ്ദാക്കലാണ് ഈ നടപടി. ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ ചേർന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ ജനപ്രതിനിധിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടതു തന്നെ. ഇന്ന് മിക്ക രാജ്യങ്ങളിലും നിലവിലുള്ളത് പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയ ജനാധിപത്യമാണ്. ഒരു നിശ്ചിത കാലയളവിലേക്ക് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ജനപ്രതിനിധികളാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, ഇന്ത്യ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ സമ്പ്രദായമാണുള്ളത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ സമ്മേളിച്ച് അതിൽ നിന്നൊരാളെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കും. അദ്ദേഹത്തെ രാഷ്ട്രത്തലവനായ പ്രസിഡൻറ്റോ രാജാവോ മന്ത്രിസഭ